പ്രമേഹം നിയന്ത്രിക്കാനായി കറുവപ്പട്ട പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും റോസ്മേരിയും ചേർന്ന ഹെൽത്തി ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഐ എം സീന. വെൽക്കം ടു മൈ ചാനൽ. ഇത് മരുന്നിനും ഡയറ്റ് കൺട്രോളിനും എക്സസൈസിനും ഒരു പകരമല്ല. നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന മരുന്നും ഡയറ്റ് കൺട്രോളും എക്സസൈസും കണ്ടിന്യൂ ചെയ്യുക. ലിവർ പ്രശ്നമുള്ളവർ, ഗർഭിണികൾ, ബ്ലഡ് തിന്നർ മരുന്നുകൾ ഉപയോഗിക്കുന്നവർ ഇവരൊക്കെ ഡോക്ടറിൻ്റെ നിർദ്ദേശം ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് വാങ്ങാവുന്നതാണ്. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് 4 എണ്ണമാണ്. ഒന്നാമതായി കറുവപ്പട്ട പൊടി 1 ടീസ്പൂൺ ഒരു സോസ് പാനിലേക്ക് ഇടുക. അതിൻ്റെ കൂടെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ഇടുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മതി. ശേഷം റോസ്മേരി ചേർക്കാവുന്നതാണ്. ഇത് കേരളത്തിലെ എല്ലാ കടകളിലും കിട്ടും. അത് 1 ടീസ്പൂണാണ് ഇടേണ്ടത്. ഫോറിൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ ഇതെല്ലാം നമ്മുടെ വീടുകളിൽ അതവർ വളർത്തുന്നുണ്ട്. വളരെ കോമൺ ആണ് ഇതവിടെ. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കുക. ഇതെന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് തിളപ്പിച്ചെടുക്കണം. റോസ്മേരി നിങ്ങൾക്ക് തലേ ദിവസം തന്നെ കുതിർത്ത് വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. സിന്നമൻ അഥവാ കറുവപ്പട്ട പൊടി പ്രമേഹ രോഗികൾക്ക് ശരീരത്തിലെ ഇൻസുലിൻ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാനുമാണ് സഹായിക്കുന്നത് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഇത് പ്രമേഹത്തിന് മരുന്നോ സ്ഥിര പരിഹാരമോ അല്ല, ഒരു സപ്ലിമെൻ്റാണ് ഇതൊക്കെ. ചിലർക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഭക്ഷണത്തിന് ശേഷം പെട്ടെന്ന് ഷുഗർ ഉയരുന്നത് കുറയ്ക്കാൻ സഹായിക്കും. ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് ബ്ലാക്ക് പെപ്പർ അഥവാ കുരുമുളക്. ഇതിലെ പ്രധാന ഘടകം പിപ്പറിനാണ്. ഇത് ശരീരത്തിലെ മെറ്റാബോളിസത്തിനെയും ഇൻസുലിൻ പ്രവർത്തനത്തെയും സ്വാധീനിക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്താനും ബ്ലഡ് ഷുഗർ ഉയരുന്നത് കുറയ്ക്കാനും ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും കുരുമുളക് അത്യുത്തമാണെന്ന് പഠനങ്ങൾ പറയുന്നു. കുരുമുളകിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളുള്ളതിനാൽ ഓക്സിഡൻറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും സഹായിക്കും. ചില പോഷകങ്ങളുടെ അബ്സോർപ്ഷൻ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട് കുരുമുളക് പൊടി. അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് മഞ്ഞൾപ്പൊടി അഥവാ ടേമറിക്. മഞ്ഞളിലുള്ള പ്രധാന ഘടകം ക്യുർക്യുമിനാണ്. ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളുണ്ട്. ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കും. ഹൃദയാരോഗ്യം, നെർവ് ഡാമേജ് തുടങ്ങിയവ വരാനുള്ള സാധ്യത കുറയും. അതുപോലെ തന്നെ ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് കുരുമുളക്. മഞ്ഞൾപ്പൊടി പ്രത്യേകിച്ച് ടേമറിക്കിലെ ക്യുർക്യുമിൻ ശരീരത്തിൽ പോഷകാഹാരങ്ങൾ നന്നായി ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പക്ഷേ മഞ്ഞൾപ്പൊടി ചെറിയ അളവിൽ മാത്രമേ ഉപയോഗിക്കാവൂ. അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് റോസ്മേരി. ചില പഠനങ്ങൾ പ്രകാരം പ്രമേഹ രോഗികൾക്ക് റോസ്മേരി സഹായം ചെയ്യുന്നുണ്ട്. ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ്സ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി കോമ്പൗണ്ട്സ് എന്നിവ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാനും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്താനും ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, ഈ ഡ്രിങ്ക് ഒരു സപ്ലിമെൻ്റ് മാത്രമാണ്. ഈ ഡ്രിങ്ക് ഉപയോഗിക്കുമ്പോൾ ഇത് സപ്ലിമെൻ്റ് മാത്രമായതിനാൽ തന്നെ ആഴ്ചയിൽ 1-2 പ്രാവശ്യം മാത്രം ഉപയോഗിച്ചാലും മതി. ഇത് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്ട്രെയിനർ വെച്ച് ഇതൊന്ന് അരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ 1-1.5 കപ്പായിട്ട് കുറയും. ഇത് 2 നേരമായിട്ട് ഉപയോഗിക്കാം. ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി. എല്ലാവർക്കും ഒരുപോലെ ഫലം ലഭിക്കണമെന്നില്ല. ചിലർക്ക് ഇതുകൊണ്ട് ഫലം കിട്ടുന്നുണ്ടെന്ന് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. സീന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.